ഓം നമശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഏപ്രിൽ മാസം 30-ാം തീയതി ചൊവ്വാഴ്ച ദിവസം 1799 മേടമാസം 17-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 10-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:10 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി സപ്തമി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർച്ചെ 4:45 ഈ നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 4:12 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രാട നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രാട നക്ഷത്രത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആദ്യത്തെ ഒരു പാദം ധനുക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ മകരക്കുറിലുമാണ്. അതിൻ്റെ സമയം എടുത്തു പറഞ്ഞുതരാം. ഉത്രാട നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച പുലർച്ചെ 4:45 4:45 മുതൽ രാവിലെ സൂര്യോദയം കഴിഞ്ഞുള്ള 10:37 വരെയുള്ള സമയമാണ് ഉത്രാടം കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതിനുശേഷം നക്ഷത്രം തീരുന്ന സമയമായ ബുധനാഴ്ച പുലർച്ചെ 4:12 വരെയുള്ള സമയം ഉത്രാട മുക്കാൽ മകരക്കുറിലെ ഉത്രാട മുക്കാലിൻ്റെ സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ജനിക്കുന്ന കുട്ടികൾ ധനുക്കുറിലെ ഉത്രാടം കാലും മകരക്കുറിലെ ഉത്രാടം മുക്കാൽ നക്ഷത്ര ജാതകരുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രാട നക്ഷത്രം മനുഷ്യഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ദേവത വിശ്വദേവതയാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം കാളയാണ്, ഭൂതം വായുവാണ്, പക്ഷി കോഴിയാണ്, വൃക്ഷം പ്ലാവാണ്. സൂര്യദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. എല്ലാ ഉത്രാട നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് സൂര്യദശാകാലം. സൂര്യദശാകാലം 6 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ഉത്രാട നക്ഷത്ര ജാതകരുടെ ജീവിതം ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നത് അറിയാൻ വേണ്ടി ഉദാഹരണ സഹിതം വ്യക്തമാക്കി തരാം. ഒരു കുട്ടി ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചു. ആദ്യത്തെ ദശാകാലം സൂര്യദശാകാലമാണ്. 6 വർഷമാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. 6 വർഷം വന്നു ചേരണമെന്നില്ല, വ്യത്യസ്തമായ കാലയളവിലായിരിക്കും. 5 വർഷം ഉണ്ടെന്നിരിക്കട്ടെ, 5 വയസ്സ് വരെ ആ കുട്ടിയുടെ ജീവിതത്തിൽ സൂര്യദശാകാലമാണ്. പിന്നീട് 10 വർഷം ചന്ദ്രദശാകാലമാണ്, അപ്പോൾ 15 വയസ്സായി. അതിനുശേഷം 7 വർഷം കുജദശാകാലം, 22 വയസ്സായി. പിന്നീട് 18 വർഷം രാഹുദശാകാലം, 40 വയസ്സായി. 16 വർഷം വ്യാഴദശാകാലം, 56. പിന്നീട് ശനിയുടെ ദശാകാലം 19 വർഷം, 75. പിന്നീട് ബുധദശാകാലം 92 വയസ്സ് വരെ ഉണ്ട്. അതിനുശേഷം 7 വർഷം കേതുദശാകാലം, 99 വയസ്സ് വരെ. അതിനുശേഷം 20 വർഷം ശുക്രദശാകാലമാണ്. അപ്പോൾ 119 വർഷം വരെ ദശാകാലം വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളൂ. അപ്പോൾ ഗ്രഹനില അനുസരിച്ച് എത്ര വർഷം ജനനശിഷ്ടം, എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അതിനോട് തൊട്ടടുത്ത ദശാകാലം കൂടെ കൂട്ടിച്ചേർത്താൽ ഇപ്പോൾ ഏത് ദശാകാലത്തു കൂടിയാണ് ജീവിതം കടന്നു പോകുന്നത് അറിയാൻ പറ്റും. ഉത്രാട നക്ഷത്ര ജാതകരെക്കുറിച്ച് ജ്യോതിഷം പറയുന്നത് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ മുൻനിർത്തി അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചേരുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. ഇവരെ സഹായിക്കുന്നവരെ ഇവർ മറക്കുകയില്ല. എല്ലാ കാര്യത്തിലും ആത്മാർത്ഥത പ്രകടിപ്പിക്കുന്നവരാണ് ഉത്രാട നക്ഷത്ര ജാതകരെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഉത്രാട നക്ഷത്ര സ്ത്രീകൾ സുന്ദരിമാരും പേരും പ്രശസ്തിയുമുള്ളവരാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ വിനയം, സമ്പത്ത്, സദാചാര നിഷ്ഠ എന്നിവരും ജീവിതത്തിലുള്ളവരാണെന്ന് ജ്യോതിഷം പറയുന്നു. ഉത്രാട നക്ഷത്ര ജാതകർ അവിട്ടം, പൊരുട്ടാതി, ചോതി, മകം, രേവതി എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവിട്ടം, പൊരുട്ടാതി, ചോതി, മകം, രേവതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം വിലക്കേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉത്രാട നക്ഷത്ര ജാതകർ സൂര്യദശാകാലം നല്ലതാണോ, അതുപോലെ തന്നെ തൊട്ടടുത്ത ദശാകാലമായ ചന്ദ്രദശാകാലം നല്ല സമയമാണോ, അങ്ങനെ ഗ്രഹനില പ്രകാരം എല്ലാ ദശാകാലവും അനുകൂല ഫലത്തെ നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഏതെങ്കിലും ഗ്രഹം അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ ദശാകാലം വളരെ മോശമായിരിക്കും. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക, ജീവിത വിജയം നേടുക, ദോഷപരിഹാരങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് വ്യാഴം, രാഹു എന്നീ ദശാകാലങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ
പ്രത്യേകിച്ച് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് ഉത്രാട നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ളത് സമയം ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്നു. ഇനിയും നാളത്തെ നക്ഷത്ര ദിവസം ആർക്കൊക്കെ അനുകൂലമാണെന്ന് ചിന്തിക്കാം. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്, ഉത്രാടം നക്ഷത്രം ആണ്. അപ്പോൾ ചൊവ്വാഴ്ചയും ഉത്രാടം നക്ഷത്രവും കൂടിച്ചേരുന്നു. ഉത്രാടം നക്ഷത്ര ദിവസം ആർക്കൊക്കെ അനുകൂലമാണെന്ന് പറയാൻ പോകുന്നു. ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. ഭരണി, കാർത്തിക, തൃക്കേട്ട, വിശാഖം, ഉത്രം, അത്തം, പൂരാടം എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മകയിരം, തിരുവാതിര, അവിട്ടം, പൂരുട്ടാതി, രേവതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മകയിരം, തിരുവാതിര, അവിട്ടം, പൂരുട്ടാതി, രേവതി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളത് ജ്യോതിഷം പറഞ്ഞു തരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളത്തെ ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിവോടുകൂടി വേണം ഏത് കാര്യങ്ങളിലും ഏർപ്പെടുവാൻ. അതുകൊണ്ട് കഴിവതും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഉള്ളതുകൊണ്ട് കഴിവതും നാളത്തെ ദിവസം ശ്രദ്ധിക്കുക, ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഏർപ്പെടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും, സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം എടുത്തു പറഞ്ഞു തരുന്നു. ഇനിയും നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. ചൊവ്വാഴ്ച ദിവസമാണ് നാളെ. ചൊവ്വാഴ്ച ദിവസം രാവിലെ 7:40 മുതൽ 12:24 വരെ, ഉച്ചയ്ക്ക് 12:24 വരെ ശുഭസമയമാണ്. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് 1:40 മുതൽ 3:10 വരെയും ശുഭസമയമാണ്. അപ്പോൾ ഈ ശുഭസമയം നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യണം, ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് പറയുന്നത്. നാളത്തെ തീയതി 30 ആണല്ലോ. അതിനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 3 വരും. ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം സംഖ്യാശാസ്ത്രപ്രകാരം അനുകൂലമായ ഒരു ദിവസമാണ്. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഈ നിറങ്ങൾ കൂടുതൽ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ തരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ നാളെ അനുകൂലമായിട്ടുള്ളവർ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ, കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ടെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. മാത്രമല്ല, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും കൂടുതൽ മെച്ചപ്പെട്ട നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും എന്നും സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി നിത്യവും പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും മുടങ്ങാതെ കാണുവാനുള്ള ഒരു താല്പര്യം കാണിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. ഇനി ഇപ്പോൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം എന്നുള്ളത് നമ്മുടെ നാളത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ചൊരു സൂചനയാണ് നക്ഷത്രഫലം. അത് ഒരുപാട് ഗുണകരമായ ഒരു കാര്യമാണ്. മനുഷ്യജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തി കുടുംബജീവിതത്തിൻ്റെ ഭദ്രത കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി നക്ഷത്രഫലം വളരെ പ്രയോജനപ്പെട്ട ഒരു അറിവായിട്ടാണ് ഓരോ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക, നാളെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നാളെക്കുറിച്ചുള്ള ഒരു അറിവോടുകൂടി വേണം നമ്മുടെ തീരുമാനങ്ങളും പ്രവൃത്തികളുമൊക്കെ ചെയ്യേണ്ടതും അറിയേണ്ടതുമൊക്കെ. അപ്പോൾ അത് നക്ഷത്രഫലം വളരെ സഹായകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല. പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല പൂർണ്ണ സപ്പോർട്ട്, പിന്തുണ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. എങ്കിലും ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം അലസത, നേത്രരോഗം, സ്ഥലചിന്താഗതി കുറവ്, ധനത്തിന് ക്ലേശം, വീട് വിട്ട് മാറി താമസിക്കുക സാഹചര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകൾക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബം, ധനം, സ്ഥിതി എന്നിവയുടെ കാര്യത്തിലും നേട്ടമുള്ളൊരു ദിവസമാണ്. ധനനേട്ടം, പെൺമക്കളാലുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ, ഐശ്വര്യം, ബുദ്ധിശക്തി, അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണ് നാളത്തെ ദിവസം. വ്യാപാരം ചെയ്യുന്നവർക്ക് വ്യാപാര നേട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നൊരു ദിവസമാണ്.
മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങൾ മാതാവിൻ്റെ സ്ഥിതിയും മെച്ചമായിരിക്കും. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ നിറഞ്ഞൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖ സ്വസ്ഥ ദേവന്മാർ അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം അവർക്ക് മാതൃദുഃഖം അനുഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ചിലർക്കൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ഭൂമി, ലാഭം, ധനം, ദാമ്പത്യ ജീവിത സുഖം, ദൈവാധീനം അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ശാരീരികവും മാനസികവുമായുള്ള ക്ലേശങ്ങൾ ഉൾപ്പെടെയുള്ള മാതാവിൻ്റെ സ്ഥിതി ഉൾപ്പെടെയുള്ള കഷ്ടനഷ്ടങ്ങൾ വന്നു വരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയമായില്ല നാളുകാർക്ക് നാളത്തെ ദിവസം പ്രശസ്തി, ധനസമൃദ്ധി, ഭാഗ്യാനുഭവം എന്നിവ ഉണ്ടാകുന്ന ദിവസമാണ്. വളരെ ബുദ്ധിപരമായ പ്രവർത്തന വിജയം നേടുന്ന ദിവസമാണ്. വലിയ വരുമാനം കൂടാതെ വരുമാനം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ചിലരൊക്കെ നാളത്തെ ദിവസം പിതാവുമായ ശത്രുതയ്ക്കും അതുപോലെ തന്നെ പിതാവിന് ദോഷം പറ്റുന്ന വിധത്തിലുള്ള പ്രവർത്തനത്തിനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും വന്നു ചേരുന്ന ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖ സ്വസ്ഥ ദേഹന്മാർ അനുകൂലമായൊരു ദിവസമാണ്. നാളത്തെ ദിവസം പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകുവാൻ, കാര്യതടസ്സങ്ങൾ ഉണ്ടാകുവാൻ, ഭാഗ്യക്കേടുകൾ ഉണ്ടാകുവാൻ, അങ്ങനെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ, പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാല, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ധനം, കുടുംബം എന്നിവയുടെ സ്ഥിതിയും അത്ര മെച്ചമല്ല. നാളത്തെ ദിവസം ഭാര്യ അല്ലെങ്കിൽ ഭർത്തൃദുഃഖം ഉണ്ടാകുവാനോ, ദാമ്പത്യ പ്രശ്നം ഉണ്ടാകുവാനോ, കലഹം ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. രോഗങ്ങൾ ശല്യം ചെയ്യുന്നൊരു ദിവസമാണ്. പല വിധത്തിലുള്ള പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. കഷ്ടതകളും പ്രയാസങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. നാളത്തെ ദിവസം തൊഴിൽ ഗുണം ഇവർക്ക് കാര്യമായ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു ദിവസമാണെങ്കിൽ പോലും പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാമെന്നുള്ളതാണ് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി, വിശാഖ, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖ സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണ്. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അവർക്ക് ജീവിതത്തിൽ ഭൂമി, വീട്, വസ്തു, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും വന്നു ചേരുവാനൊക്കെ സാധ്യതയുണ്ട്. തൊഴിൽപരമായുള്ള നേട്ടത്തിന് സാധ്യതയുണ്ട്. ശത്രുക്കളില്ലാത്ത ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം. ചിലർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാനുരം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖ സ്വസ്ഥ ദേഹന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതിയും അത്ര മെച്ചമല്ല. നാളത്തെ ദിവസം പുത്രദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ പെട്ടെന്നുള്ള ദേഷ്യം വന്നു ചേർന്ന് അത് മുഖേനയുള്ള പല വിധത്തിലുള്ള ദോഷവശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഏറെക്കുറെ തിക്താനുഭവങ്ങളായിരിക്കും കൂടുതലായിട്ടും വന്നു ചേരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായി നേട്ടമുണ്ടെങ്കിലും അതിൻ്റെ ഗുണം അനുഭവിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരികയില്ല. അപ്രകാരം തിക്താനുഭവങ്ങളായി അതൊക്കെ മാറുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. നാളത്തെ ദിവസം അവർക്ക് തൊഴിൽ ഗുണം ഉള്ള ദിവസമാണ്. ധനപരമായ നേട്ടവും കുടുംബസുഖവും ഒക്കെ അനുകൂലമായി വന്നു ചേരുന്ന ഒരു ദിവസമാണ്. എന്നാൽ ചിലരെ സംബന്ധിച്ചോളം ഭാഗ്യക്കേടുകളുടെ ഒരു ദിവസമായിരിക്കും. ബന്ധുക്കൾ, വീട്, ധനം, ഭൂമി, മാതൃസുഖം എന്നിവ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നാളെ പലരും എത്തിച്ചേരും. അനുഭവഗുണമില്ലാത്തവരും മനോദുഃഖം അനുഭവിക്കുന്നവരുമായി മാറി തീരുവാനും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമുണ്ട്, തൊഴിൽപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. ശത്രുതയൊന്നും വന്നു ചേരുവാൻ സാധ്യതയില്ല. തൊഴിൽപരമായും ധനപരമായും ഒക്കെ നേട്ടം വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം യാത്രയ്ക്ക് സാധ്യതയുള്ളൊരു ദിവസമാണ്. വീട് വിട്ട് മാറി താമസിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ധനം തികയാത്തൊരവസ്ഥ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ പുനർവിവാഹത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. മാതാവിൻ്റെ സ്ഥിതിയും
അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടിയല്ല കടന്നു പോകുന്നത്. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാല തൃട്ടാതി രേവതി നാളർക്ക് സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. തൊഴിൽഗുണമുണ്ട്. ധനപരമായ നേട്ടം, കുടുംബസുഖം എന്നിങ്ങനെയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. എങ്കിലും ഭാര്യാപുത്ര ക്ലേശം അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ധനപരമായ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നൊരു ദിവസമാണ്. മറ്റുള്ളവരോട് നന്ദിയില്ലാതെ പെരുമാറുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ശത്രുഭയം, നേത്രരോഗം, അപ്പോൾ ഇങ്ങനെയുള്ള ദോഷവശങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏഴരശനിയുടെ ഭാഗമായിട്ടുള്ള ദോഷവശങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ നാളത്തെ ദിവസം ഇങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കും മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി കാലത്തുട്ടാതി രേവതി നാളർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ടായിരിക്കും. മഹാദേവൻ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നന്ദി, നമസ്കാരത്തോട് നിർത്തട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.